പ്രീസ്തലോട് നമുക്ക് പലവിധമായ കുഴികളെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ദൈവവചനത്തിലുള്ള കുഴികളെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ കുഴികൾ ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 28:1, 30:3, 88:4-5, 143:7. അപ്പം നിരാശ, പ്രതിസന്ധി, ഭയം ഇവയൊക്കെയാകുന്ന കുഴി നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കുഴിയെ നമ്മൾ ചവിട്ടി താഴ്ത്തി അതിൻ്റെ മേൽ മണ്ണിട്ട് പൈശാചിക ബന്ധനങ്ങളെ തകർത്ത് അതിൻ്റെ മേൽ നമ്മൾ പ്രാർത്ഥിച്ച് ജയമെടുത്ത് ആ കുഴിയെ നമ്മൾ ചവിട്ടി താഴ്ത്തി മണ്ണിടുവാണെങ്കിൽ വചനമെന്ന മണ്ണതിൻ്റെ മേൽ എടുത്ത് എറിഞ്ഞിടമന കടകരാതി ആ പരിശുദ്ധാത്മാവെന്ന നദിയിലേക്ക് ആ കുഴി ഇറക്കിക്കളയുവാൻ ദൈവമായ കർത്താവ് താങ്കളെ എല്ലാവരും സഹായിക്കട്ടെ. അപ്പം രക്തപാതകം ചുമക്കുവാൻ പോകുന്ന ഒരു കുഴി. അപ്പോൾ ആ കുഴിയിൽ നമ്മൾ വീണു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ ആ കുഴി ദുഷ്ടന്മാർ ഒരുക്കിയിരിക്കുന്ന കുഴി. ഒരു ദൈവ പൈതലിനെ പലപ്പോഴും ദുഷ്ടൻ കുഴിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഒരു ആകാത്ത കൂട്ടുകെട്ടിലെ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവരെ മോഹിപ്പിച്ച് കൊണ്ടുപോയി കുഴിയിലിറക്കുന്ന ചില വ്യക്തിചിതങ്ങളുണ്ട്. അവരിന്ന് പകൽക്കാലം വിടുവിക്കപ്പെടുവാണ് കർത്താവിൻ്റെ നാമത്തിൽ. അപ്പം നമ്മൾ ഭൂമിയുടെ അധോഭാഗത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന കുഴിയൊക്കെ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനെ ഭൂമിയുടെ അധോഭാഗത്തിലേക്ക് അല്ലെങ്കിൽ പാതാളത്തിലേക്ക് ദൈവം ആ കുഴി ഇറക്കി വിടുകയാണ്. ശന്തൽപ്പനോട് ഏത് വ്യക്തി ചതിച്ച് മോഹിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ കടന്നു വന്നു. അപ്പോൾ യോസേപ്പിനെ കുഴികൾ ഇട്ടതുപോലെ തന്നെ ഇടമനകടകലാതി അക്ഷക്കടകൾ സഹോദരന്മാരാൽ കുഴിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുഴിയെ കർത്താവ് നികത്തി ആ കുഴിയെ തകർത്ത് കളയുന്നു. അപ്പോൾ നോക്കട്ടെ, ഇരമ്യാവിനെ ഇട്ട കുഴി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇരമ്യാവിനെ അവിടെ കൊണ്ടുവന്ന് ഇട്ട കുഴിയും, അതായത് ആ രാജാക്കന്മാരൊക്കെയും കൊണ്ടുവന്ന് പിടിക്കപ്പെട്ട് ദൈവത്തിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ജീവിച്ചു വരും ഇരമ്യാവിനെ അവിടെ നിന്ന് പുറത്ത് ദൈവം കൊണ്ടുവന്നതുപോലെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെ പുറത്തെടുക്കുന്ന കുഴിയാണ് ഇന്ന് പകൽക്കാലം. ദൈവം അതിനെ പുറത്ത് കൊണ്ടുവരുന്നുള്ള കാര്യം ഞങ്ങൾ മറന്നു പോരുന്നത്. കുഞ്ഞുങ്ങളാവട്ടെ, ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, സ്വന്തക്കാരാവട്ടെ, ബന്ധക്കാരാവട്ടെ, കുഴിയിലേക്ക് ഏതെങ്കിലും വഞ്ചകിമാരോ കൊണ്ടുവന്ന് കുഴിയിലേക്ക് തകർക്കാൻ നോക്കുന്നെങ്കിൽ ആ കുഴിയിൽ നിന്ന് ഇന്ന് പകൽക്കാലം പുറത്തു വരുന്നത് ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കട്ടെ. ഇടമനകടകളാതി അക്ഷക്കടകളെ ചാഞ്ഞ മതിലും ആടുന്ന ഉബേലിയും പോലെ അല്ലി നാളുകളിൽ വിശ്വാസമായിരിക്കേണ്ടതിന് ദൈവ പദ്ധതിക്ക് വഴിയൊരുക്കി ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇടമനകടകളാതി മരണത്തിൻ്റെ കുഴിയിലേക്ക് തൻ്റെ ജനത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ഇന്ന് പകൽക്കാലം ദൈവമായ കർത്താവ് അതിനെ ആ കുഴിയിലേക്ക് മടക്കി വിടുകയാണ്. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം ഒരുക്കപ്പെട്ടവനായിട്ട് വചനം കേൾക്കുന്നെങ്കിൽ ദൈവം നടത്തുവാൻ ശക്തനായ ദൈവം എന്നുള്ള കാര്യം